ബാക്കിൽ കാണുന്നതൊക്കെ തന്നെ സ്വർണ്ണക്കടകളും അതുപോലെ വെള്ളിയാഭരണങ്ങളൊക്കെ ഉള്ള കടകളാണ്. വെള്ളിയാഭരണങ്ങൾ വിൽക്കുന്ന ഒരുപാട് ഷോപ്പാണ് ഈ ഒരു ഏരിയയിൽ എന്നുള്ളതാണ്. ഈ ഒരു കവാടം ഒരു മക്ബറയിലേക്ക് പോകുന്നതാണെങ്കിൽ കൂടി ആ റൂട്ടിലേക്ക് ഞാൻ മക്ബറ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ചുറ്റുപാടിലും വെള്ളിയാഭരണങ്ങളും സ്വർണ്ണങ്ങളും വെച്ചിട്ടുള്ള കടകൾ മാത്രം കാണാൻ സാധിച്ചത്. നമ്മളെ കൊടുവള്ളിയിലെ ആ ഒരു സ്വർണ്ണ വ്യാപാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കച്ചവടങ്ങളെല്ലാം തന്നെ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അങ്ങനെ തൊട്ടടുത്തായിട്ടുള്ളൊരു മക്ബറ കിട്ടി. ആ ഒരു മക്ബറയിലേക്ക് കയറി അവിടുത്തെ ചുറ്റുപാടുകൾ ഇങ്ങനെ നോക്കി കാണുകയാണ്. 2 കബറിടം കാണാൻ സാധിക്കുന്നുണ്ട്. ചന്ദനത്തിരി കത്തിക്കാനായിട്ട് പഴമയിലുള്ളൊരു വിളക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പണം നിക്ഷേപിക്കാനായിട്ടുള്ളൊരു പെട്ടി കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മളെ മക്കയും മദീനയും ഒക്കെ ഡിസൈനിങ് ആക്കിയിട്ടുള്ള ഒരു രൂപകൽപ്പന ചെയ്ത സംഭവങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മതസ്ഥരും ഇവിടെ ഒന്നാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. പല ആളുകളും അമ്പലങ്ങളിലും കാണാൻ സാധിക്കാറുണ്ട്. പല ആളുകളെയും ഇതുപോലെ മക്ബറകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരെയും എല്ലാ ജാതിക്കാരെയും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ 2 കബറിടം ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് എല്ലാവരും ഒന്നായിട്ട് ഒറ്റക്കെട്ടായിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത്. അതൊക്കെ നിലനിന്ന് പോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നീട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെ ഈ ഒരു സ്വർണ്ണക്കട അല്ലെങ്കിൽ വെള്ളിയാഭരണങ്ങൾ വിൽക്കുന്ന കടകൾ തന്നെയാണ്. ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഷോപ്പുകളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. അനന്തപൂരിനെ പറ്റി പറയുമ്പോൾ വാണിജ്യ നഗരമായിട്ടാണ് അനന്തപൂരിനെ കാണാൻ സാധിക്കുന്നത്. ചുറ്റുപാടുകളിലൊക്കെ തന്നെ കച്ചവടം അതുമായി ബന്ധപ്പെട്ട നമ്മളെ കോഴിക്കോട് ഒരു വാണിജ്യ നഗരമാണല്ലോ, അതുപോലത്തെ ഒരു നഗരമായിട്ടാണ് അനന്തപൂരിനെ കാണാൻ സാധിക്കുന്നത്. എവിടെ നോക്കിയാലും വാണിജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകൾ കാര്യങ്ങൾ ഇങ്ങനെയുള്ളത് മാത്രമാണ് അനന്തപൂർ.